ആദ്യം കുറച്ച് സ്വയം വിമർശനമാകാം. കാരണം ഇന്ന് വിമർശിക്കാനുള്ളത് CPMനെയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുള്ള സ്വയം വിമർശനം CPM എന്ന പാർട്ടി അർഹിക്കുന്നുണ്ട് എന്നാണ് ന്യൂസ് ലാബ് കരുതുന്നത്. നിങ്ങൾക്ക് കേരളത്തിലെ ഏത് ജേർണലിസ്റ്റിനെ വേണമെങ്കിലും ഉദാഹരണമായി എടുക്കാം. ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരേ ഒരു ജീവിവർഗമായി അവർ അവരെ അടയാളപ്പെടുത്തും. രണ്ടാമതായി, താനൊഴികെ മറ്റെന്തിനോടുമുള്ള പുച്ഛമാണ്. പുച്ഛമെന്ന് വെച്ചാൽ പരമപുച്ഛം. എല്ലാത്തരം എസ്റ്റാബ്ലിഷ്മെൻറ്റുകളോടും ഉള്ള പുച്ഛമാണ് ഇതിൽ പരമപ്രധാനം. ഇവിടെ ഒരു വൈരുദ്ധ്യമുള്ളത് 99.9% ജേർണലിസ്റ്റുകളും ദൈവവിശ്വാസികൾ ആണെന്നുള്ളതാണ്. ദൈവം, മതം, ആരാധന എന്നീ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളോട് ഇക്കൂട്ടർക്ക് പുച്ഛമില്ല എന്നുള്ളത് അവരുടെ ഇൻസെക്യൂരിറ്റിയെ തുറന്നു കാണിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബുദ്ധിജീവി പട്ടം ആഗ്രഹിക്കുന്ന മിക്ക ജേർണലിസ്റ്റുകളും പ്രഥമ ദൃഷ്ട്യാ നിരീശ്വരവാദികളാണ്. ഒരിക്കലും ഈ വൈരുദ്ധ്യത്തെ അവർ പ്രകടമാക്കാത്തത് അവർ ഏത് നിമിഷവും പൊളിഞ്ഞു വീഴുമെന്നുള്ള ഒറ്റ കാരണത്താലാണ്. പറഞ്ഞു വന്നത് ഇത്രയുള്ളൂ. ആത്യന്തികമായി മനുഷ്യപക്ഷത്തെന്ന് സ്വയം ചിന്തിക്കുകയും അതിനുവേണ്ടി വാർത്ത എഴുതുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നവരിൽ 99.9% സ്വാഭാവികമായും വലതുപക്ഷ ചേരിയുടെ ഭാഗമായിട്ടുള്ളവരായിരിക്കും. അവർ ചിലപ്പോൾ പറയും, അയ്യോ ഞങ്ങൾ അങ്ങനെയല്ല, വലതുപക്ഷമല്ല ഇടതുപക്ഷമാണ് എന്നൊക്കെ. പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാം, ആത്യന്തികമായി കേരളത്തിലെ ജേർണലിസ്റ്റുകൾ വലതുപക്ഷത്താണ്. അത് ഇനി എത്രത്തോളം വലതുപക്ഷത്തേക്ക് ആണെന്നറിഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് കൂടിയാണ് ഒരൊറ്റ അവതാരക അവർ നടത്തിയ അഹങ്കാര സമീപനത്തെ ഇന്നത്തെ ന്യൂസ് ലാബ് പരിശോധിക്കുന്നത്. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടപ്പെടാനോ എന്തെങ്കിലും പുതുതായ ഡാമേജ് ഉണ്ടാകാനോ ഇല്ല. ഡാമേജ് ഉണ്ടാകാനുള്ളപ്പോൾ, നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടായിരുന്നപ്പോൾ കോട്ട കെട്ടി കാത്ത ഒരാളാണ്. തിരിച്ചറിവുണ്ടായി എന്നാണ് പറഞ്ഞു വെക്കൽ. വലിയ തിരുത്തൊക്കെ ഉണ്ടായല്ലോ. 3 തിരുത്തിലൊന്ന് പത്മകുമാറുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ വൈകിയ നേരത്ത് പരമാവധി ഡാമേജ് സ്വന്തം പോക്കറ്റിലായി കഴിഞ്ഞു എന്നതിൻ്റെ ഉറപ്പിന് ശേഷം വരുന്ന ഏതൊരു നടപടിയും തിരുത്തിൻ്റെ ഭാഗമായി വേണമെങ്കിൽ കാണാവുന്നതാണ്. പക്ഷേ അതിലെത്ര ആത്മാർത്ഥതയുണ്ട് എന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം. ആരാണ് എ പത്മകുമാർ? പത്തനംതിട്ടയിലെ പാർട്ടി മുഖം എന്നൊക്കെയാണ് വെപ്പ്. അദ്ദേഹം 10-34 വയസ്സിൽ അവിടെ നിന്ന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്രയും കാലം പത്തനംതിട്ടയിലെ പാർട്ടി മുഖമാണ്. സംഘടനാ ശേഷിയുണ്ട്. വലിയ തോതിൽ അവിടെ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ള ചില നേതാക്കളുടെ തിരഞ്ഞെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തോതിൽ എതിർപ്പുണ്ടായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാതെ ഒതുക്കപ്പെട്ടു എന്ന് വിചാരിച്ച് പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായി പൊട്ടിത്തെറിച്ചു. അങ്ങനെയൊക്കെ സംഭവിച്ച സാധാരണ CPMൽ എന്താ സംഭവിക്കുക? നല്ല അച്ചടക്ക നടപടി വാങ്ങി വീട്ടിലിരിക്കും എന്നുള്ളതാണ്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇതിനിടയിൽ മാധു സജി ഒരു 1.5 ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ച് കാണില്ല. അത് മാത്രം ഒന്നുകൂടൊന്ന് കേട്ടുവരാം. ആരാണ് എ പത്മകുമാർ? പത്തനംതിട്ടയിലെ പാർട്ടി മുഖം എന്നൊക്കെയാണ് വെപ്പ്. ഹോ, ഇത്രയും പുച്ഛം സ്മൃതി പരുത്തിക്കാടിൽ നിന്ന് പോലും ന്യൂസ് ലാബ് കേട്ടിട്ടില്ല. അത്രയ്ക്കും അസഹനീയമായ പുച്ഛം. അഹങ്കാരത്തോടെയുള്ള ചോദ്യമാണെങ്കിലും ചോദ്യമാണല്ലോ. ഇനിയിപ്പോൾ ആരാണ് പത്മകുമാർ എന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. അമ്മയുടെ വീട് ആലപ്പുഴ ആയതിനാൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം SD കോളേജിലായിരുന്നു. അവിടെ നിന്നും തുടങ്ങിയതാണ് SFI പ്രവർത്തനം. ചങ്ങനാശ്ശേരി NSS കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFIയുടെ നേതൃപദവിയിലെത്തി. അന്ന് പത്തനംതിട്ട ജില്ല രൂപീകൃതമായിട്ടില്ല. അക്കാലത്ത്, അതായത് 80കൾക്ക് മുമ്പ്, CPMൻ്റെ തിരുവല്ല താലൂക്ക് കമ്മിറ്റി അംഗമായിരുന്നു എ പത്മകുമാർ. 1982 പത്തനംതിട്ട ജില്ല രൂപീകൃതമായ കാലം മുതൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു പത്മകുമാർ. ഇതിനിടയ്ക്ക് DYFIയുടെ ജില്ലാ ഭാരവാഹിയായി, പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി. അതായത് ഇന്ന് ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കളെ എടുത്തു നോക്കിയാൽ ഏറ്റവും സീനിയറായ ആളായിരുന്നു എ പത്മകുമാർ. 5 കൊല്ലം കോന്നിയുടെ MLAയുമായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനെ ഒറ്റയടിക്ക് റദ്ദ് ചെയ്യും വിധം ചോദ്യമുയർന്നത് കൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകളെ കുറച്ച് കാണുന്നുമില്ല. ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവർ കാണിക്കേണ്ട ജാഗ്രത പത്മകുമാറിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ്. എന്നാൽ
പത്മകുമാർ സ്വർണം മോഷ്ടിച്ചെന്നോ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നുള്ള വ്യാഖ്യാനവും ശരിയല്ല. പാർട്ടി ഘടകങ്ങളിലെല്ലാം എ പത്മകുമാറിനെ പുറത്താക്കണമെന്ന അഭിപ്രായമാണ് ഉയർന്നത്. പത്തനംതിട്ട ജില്ലാ ഘടകത്തിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ടും എ പത്മകുമാറിനെ പുറത്താക്കണം എന്ന ആവശ്യം തന്നെയാണ് ഉയർന്നത്. അതറിയില്ല, അങ്ങനെ വന്നിട്ടില്ല. എന്തായാലും അതായത് തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് എന്ന് ഞാനും വിചാരിക്കുന്നു. പക്ഷേ പുറത്താക്കണമെന്ന ആവശ്യമാണ് പത്തനംതിട്ട ജില്ലാ ഘടകങ്ങളിലടക്കവും കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അതിന് താഴേക്കുള്ള കീഴ്ഘടകങ്ങളിലും ഈ തിരുത്തൽ ഭയരഹിതമായ അഭിപ്രായങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞല്ലോ. ആ അഭിപ്രായ പ്രകടനങ്ങളുടെ ഭാഗമായി ഉയർന്നു വന്നത് എ പത്മകുമാറിന് സസ്പെൻഷൻ മാത്രമാണ് കിട്ടിയതെങ്കിൽ അത് സസ്പെൻഷനിൽ ഒതുക്കി എന്നാണ് എന്റെ അഭിപ്രായം. പത്മകുമാറിന്റെ കാര്യത്തിൽ സസ്പെൻഷനിൽ ഒതുക്കി എന്ന തീർപ്പിലാണ് മാധു എത്തുന്നത്. എന്നാൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് 1 വർഷത്തിൽ കുറയാതെയുള്ള പുറത്താക്കൽ എന്നത് CPM-നെ സംബന്ധിച്ച് ഏറ്റവും കടുപ്പമേറിയ അച്ചടക്ക നടപടിയാണെന്ന കാര്യത്തിൽ മാധുവിന് അത്ര അറിവില്ലെന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPM-ന്റെ പാർട്ടി ഭരണഘടനയുടെ 18-ാം പേജിൽ വകുപ്പ് 19-ലാണ് പാർട്ടി അംഗങ്ങൾക്കെതിരായ അച്ചടക്ക നടപടി അക്കമിട്ട് എഴുതി ചേർത്തിരിക്കുന്നത്. അത് ഏറെക്കുറെ അരുൺകുമാർ മീറ്റ് ദി എഡിറ്റേഴ്സിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. സസ്പെൻഷനിൽ ഒതുക്കി എന്ന് ഞാൻ കരുതുന്നില്ല. 2 കാരണങ്ങളാലാണ്. ഒന്ന്, പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് പാർട്ടി അച്ചടക്ക നടപടി എടുക്കുന്നതിന് ചില രീതിക്രമങ്ങളുണ്ട്. ആ രീതിയും ആ പ്രൊസീജിയറിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ പാർട്ടിക്ക് നടപടിയെടുക്കാൻ കഴിയൂ. എന്താണ്? പാർട്ടിയുടെ ഭരണഘടനയിലെ 19-ാമത്തെ അധ്യായത്തിലാണ് അച്ചടക്കത്തെക്കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അച്ചടക്ക നടപടിയിൽ വരിക? തുടങ്ങുന്നത് എവിടെയാണ്? തുടങ്ങുന്നത് താക്കീതിലാണ്. താക്കീത്, ശാസന അഥവാ സെൻഷർ. അത് കഴിഞ്ഞാൽ വരുന്നത് 3-ാമത്തേതാണ് പരസ്യശാസന. ഇത് 3ഉം കഴിഞ്ഞാൽ 4-ാമത് വരുന്നൊരു നടപടിയുണ്ട്. പാർട്ടിയിൽ നിങ്ങൾ ഏതു ഘടകത്തിൽ ഏതു ചുമതല വഹിക്കുന്നോ ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് 4-ാമത്തേത്. നോക്കൂ, തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പാർട്ടി എടുത്ത ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പത്മകുമാർ വഹിച്ചുകൊണ്ടിരുന്ന എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നതായിരുന്നു. ഇത് പാർട്ടിയുടെ അച്ചടക്ക നടപടിയിലെ 4-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരുന്നു. പക്ഷേ അത് മതിയായിരുന്നോ എന്നുള്ളതായിരുന്നു ചോദ്യം. നമ്മളടക്കം ചർച്ച ചെയ്തത് അത് പോരായിരുന്നു എന്നാണ്. 5-ാമത്തെ നടപടിക്രമം എന്ന് പറയുന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി. എന്താണ്? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ചാണെങ്കിൽ പൂർണ്ണ അംഗത്വത്തിൽ നിന്ന് 1 വർഷത്തിൽ കുറയാത്ത സസ്പെൻഷൻ. 1 വർഷത്തിൽ കുറയാത്ത സസ്പെൻഷൻ അത് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. 6-ാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. അത് അന്തിമമാണ്. അതാണ് പാർട്ടിയിൽ നിന്ന് പുറംതള്ളുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും അന്തിമമായ അച്ചടക്ക നടപടിക്ക് തൊട്ട് മുമ്പുള്ള നടപടിക്രമമാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷൻ എന്ന് പറയുന്നത്. ആരോപണ വിധേയനായതിന് തൊട്ടു പിന്നാലെ പുറത്താക്കാൻ പത്മകുമാർ കോൺഗ്രസിന്റെ നേതാവല്ല, അദ്ദേഹം CPM നേതാവാണ്. അത് നിയതമായ ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആരോപണം വന്നതിന് പിന്നാലെ പത്മകുമാറിനെ പുറത്താക്കാതിരുന്ന CPM നടപടി ശരിയെന്ന് തന്നെയാണ് ന്യൂസ് ലാബ് അടിവരയിട്ട് പറയുന്നത്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം എന്താണ് കുറ്റകൃത്യമെന്ന് ശാസ്ത്രീയമായി അന്വേഷിച്ച് ഒരു തീർപ്പിൽ എത്തിയിട്ടുമില്ല. ഭരണപരമായ വീഴ്ചയെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെക്കുറിച്ച് അന്വേഷണ സംഘത്തിനുള്ള നിഗമനം. അന്തിമ കുറ്റപത്രം വരും മുമ്പേ CPM പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അന്തിമ കുറ്റപത്രത്തിൽ സംശയലേശമെന്നെ പത്മകുമാർ കുറ്റം ചെയ്തതായി പാർട്ടിക്ക് ബോധ്യപ്പെട്ടാൽ പുറത്താക്കൽ നടപടിയിലേക്ക് കടന്നേക്കാം. പക്ഷേ നിലവിൽ ഭരണം മാറി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ടും സ്വർണ്ണക്കൊള്ളക്കേസിന് മാത്രം വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ തേഞ്ഞു മാഞ്ഞു പോകാവുന്ന ഒരു കേസ് മാത്രമായി സ്വർണ്ണക്കൊള്ള മാറുമോ എന്ന് പോലും ന്യൂസ് ലാബ് സംശയിക്കുന്നു. കാരണം ഇതിൽ പ്രതി ചേർക്കപ്പെട്ടവരൊക്കെ കോടികളിട്ട് അമ്മാനമാടുന്നവരാണ്. അവർക്കിതൊക്കെ നിസാര കേസാണ്. അവിടെയാണ് സത്യത്തിൽ CPM ഇടപെടേണ്ടത്. അന്വേഷണം വേഗത്തിലാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും പ്രതിരോധത്തിലാക്കാനും കഴിയണം. ഇത് കേവലം CPM-നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കേസ് മാത്രമല്ല. അതുകൊണ്ട് തന്നെ സത്യം പുറത്തു വരേണ്ടത് ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ആവശ്യമാണ്. കുറ്റം ചെയ്തെങ്കിൽ എ പത്മകുമാർ എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹം ശിക്ഷ അനുഭവിക്കുകയും ചെയ്യട്ടെ. അല്ലാതെ നടക്കുന്നത് മാധ്യമമുറികളിലെ വിചാരണകൾ മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മീറ്റ് ദി എഡിറ്റേഴ്സിൽ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രം ന്യൂസ് ലാബ് പ്രത്യേകമായി കൂട്ടിച്ചേർക്കുകയാണ്.
CPM ഭരണഘടനയുടെ 20-ാം പേജിൽ 13-ാം പോയിന്റായി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇങ്ങനെയാണ്: ഗുരുതരമായ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പാർട്ടി അംഗങ്ങളെ അടിയന്തര നടപടിക്രമം അനുസരിച്ച് പുറന്തള്ളാനുള്ള അധികാരം സ്വന്തം വിവേചന പ്രകാരം അസാധാരണ സന്ദർഭങ്ങളിൽ പാർട്ടി കമ്മിറ്റികൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഇതിന് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചാൽ, രാഹുൽ മാങ്കൂട്ടം CPM നേതാവായിരിക്കെ ഒന്നിലേറെ യുവതികളുമായി വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം ലൈംഗിക ബന്ധം പുലർത്തുകയും അതിൽ ഗർഭം ധരിച്ചവരെ ഭീഷണിപ്പെടുത്തി അലസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ CPM എടുക്കുന്ന നടപടി ഈ 13-ാം പോയിന്റിൽ പറയുന്ന പ്രകാരമായിരിക്കും. ദയവ് ചെയ്ത് മാധുവിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത്, ഈ വിധം അസാധാരണ സംഭവമായിരുന്നില്ല പത്മകുമാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം CPMകാർ പോലും ഉൾക്കൊള്ളുമോ എന്ന് അറിയില്ല. തോറ്റത് പിണറായി വിജയൻ കാരണമോ MV ഗോവിന്ദൻ കാരണമോ പത്മകുമാർ കാരണമോ അല്ല. അതിന് വെള്ളാപ്പള്ളി പോലും ഒരു കാരണമല്ല. ചുരുക്കി പറഞ്ഞാൽ 1957-ലെ EMS സർക്കാരിനെ അട്ടിമറിക്കാൻ 59-ലുണ്ടായ വിമോചന സമരമില്ലേ, അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് കേരളത്തിൽ സംഭവിച്ചത്. അത് എങ്ങനെയാണ് സാധ്യമായതെന്ന്, അത്തരമൊരു സാമൂഹ്യ ക്രമം രൂപപ്പെട്ടത് എങ്ങനെയെന്ന് മാർസിയൻ രീതിശാസ്ത്രം ഉപയോഗിച്ച് കണ്ടെത്താൻ CPMന് കഴിയുന്നില്ലെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ തോൽവി. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.